നഗര കവാടത്തിനടുത്തിരുന്ന് ഒരു പയ്യൻ എരുമകൾ മേയുന്നത് നോക്കുകയായിരുന്നു. 3 വൃദ്ധന്മാർ അവിടേക്ക് വരുന്നത് അവൻ കണ്ടു. ആ നഗരത്തിലെ പ്രധാന പണ്ഡിതന്മാരായ വൃദ്ധന്മാരായിരുന്നു അവർ. അതൊന്നും അറിയാതെ ആ കുട്ടി ലോഹ്യം ചോദിച്ചു, "എവിടെ പോവാ കാർന്നോന്മാരെ?" ഒരു ചെറിയ പയ്യന്റെ ബഹുമാനമില്ലാത്ത ചോദ്യം കേട്ട് ആ പണ്ഡിതന്മാർ രോഷത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു, "ഈ പട്ടണത്തിലെ പ്രധാന പണ്ഡിതന്മാരായ ഞങ്ങളോട് അങ്ങനെ ചോദിക്കാൻ നീ ആരാടാ ചെറുക്കാ?" പണ്ഡിതന്മാരാണെന്ന് കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയത് ഏതോ കാർന്നോന്മാരെ പോലെ 3 വയസ്സന്മാർ എന്നാണ്. മണ്ടന്മാരാണോ പണ്ഡിതന്മാരാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. പയ്യൻ നിസ്സാരമായി പറഞ്ഞു. പണ്ഡിതന്മാർ കോപം കൊണ്ടു തിളച്ചു. ആ കൊച്ചു പയ്യനെ തൂക്കിയെടുത്ത്, "നിന്നെ ഇനി ഈ നാട്ടിൽ വെച്ചേക്കില്ല" എന്നും പറഞ്ഞ് തോളത്ത് എടുത്തുകൊണ്ട് അവർ നടന്നു. ഏറെ ദൂരം ചെന്നു. മൂവർക്കും ദാഹിച്ചു. വെള്ളം പോയി കൊണ്ടുവരാൻ ആ കുട്ടിയോട് പറഞ്ഞു. "എന്നിട്ട് വേണം എന്നെ തനിച്ചാക്കി കടന്നുകളയാൻ. അത് നടക്കൂല" എന്ന് പയ്യൻ നിന്ന നിൽപ്പ് തന്നെ നിന്നു. ഒടുവിൽ അവരിൽ ഒരാൾ എവിടെ നിന്നോ വെള്ളം കൊണ്ടുവന്നു. പയ്യനും അത് കുടിച്ച് ദാഹമടക്കി. ഏറെ ദിവസങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് അവർ ഒരു പുതിയ പട്ടണത്തിന്റെ കവാടത്തിലെത്തി. പട്ടണത്തിലെ താമസപ്പുരയിൽ തങ്ങി. എന്തെങ്കിലും പാചകം ചെയ്യാൻ കുറച്ച് തീ കൊണ്ടുവരാൻ ആ കുട്ടിയോട് പറഞ്ഞു. വൃദ്ധന്മാരുടെ ഉള്ളിലിരുപ്പ് തന്നെ കളിപ്പിച്ച് കടന്നുകളയാനാണ് എന്ന് കരുതിയ അവൻ, "നിങ്ങളെ 3 പേരെയും ഈ തൂണിനോട് കെട്ടിയിട്ടിട്ട് വേണമെങ്കിൽ ഞാൻ തീ കൊണ്ടുവരാം" എന്ന് പറഞ്ഞു. "ഓ, ഞങ്ങൾ 3 പേരും നിന്നെ മാറി മാറി ചുമന്നു. ഇനി ഒരടി നടക്കാൻ വയ്യ" എന്നും പറഞ്ഞ് കെട്ടിയിട്ടുകൊള്ളാൻ അനുവാദം കൊടുത്തു. 3 പേരെയും കെട്ടിയിട്ട ശേഷം ആ കുട്ടി പട്ടണത്തിൽ ചെന്ന്, "ദാ 3 അടിമകളെ വിൽക്കാനുണ്ട്, വേണോ?" എന്ന് ചോദിച്ച് ഒരാളെയും കൂട്ടി വന്നു. വന്നയാൾക്ക് അടിമകളെ ബോധിച്ചു. കച്ചവടം നടന്നു. മുഴുവൻ പണവും കൊടുത്തു. എന്നിട്ട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സംഘത്തെ ആ കുട്ടി വഴിയിൽ കണ്ടു. അവരോടൊപ്പം ചേർന്ന് നടക്കവേ അവൻ വിചാരിച്ചു, "എൻ്റെ നാട് വിട്ട് ഒരിടവും പോകുമെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ടും പല സ്ഥലങ്ങളിലും കറങ്ങി. ഇപ്പോൾ കുറച്ച് സമ്പാദ്യവുമായി. ഒന്നും അത്ര നിസ്സാരമല്ല." പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തബീജവധേ ദേവി ചണ്ഡമുണ്ഡവിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോ ജഹി. രക്തബീജാസുരനെ വധിച്ച, ചണ്ഡമുണ്ഡന്മാരെ നശിപ്പിച്ച അല്ലയോ അമ്മേ ദേവി, എനിക്ക് രൂപവും ജയവും അമ്മേ അവിടുന്ന് നൽകിയാലും ദേവി അവിടുന്ന് എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. മഹായാഗക്രമം കൊണ്ട് പൂജിക്കപ്പെടുവാൻ അർഹതയുള്ളവളാണ് ലളിതാ ത്രിപുര സുന്ദരി ദേവി. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ 230 മഹായാഗക്രമാരാധ്യ എന്ന നാമമന്ത്രം കൊണ്ട് അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ വണങ്ങുന്നു. ശങ്കരാചാര്യസ്വാമികൾ ചതുഷ്ഷഷ്ടി ഉപചാര പൂജാസ്തോത്രത്തിൽ 64 ഉപചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മഹത്തായ പൂജ 64 യോഗിനികൾ ചെയ്യുന്നുമുണ്ട്. മഹായാഗക്രമങ്ങൾ കൊണ്ട് ആരാധ്യയായിട്ടുള്ളവളാണ് ലളിതാ ത്രിപുര സുന്ദരി ദേവി. ഭണ്ഡാസുരവധത്തിനായി അമ്മയെ പ്രസാദിപ്പിക്കുന്നതിന് ദേവന്മാർ വലിയ യാഗം നടത്തി. അപ്രകാരം അതിവിപുലമായ സാമഗ്രികൾ ആവശ്യമുള്ള യാഗങ്ങളെ മഹായാഗം എന്ന് പറയാം. ക്ഷുദ്രശക്തികളായ ദേവതകളെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എങ്കിൽ അതിന് ചെറിയ യാഗങ്ങൾ മതിയാകും. എന്നാൽ ആദിപരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് യാഗം നടത്തുമ്പോൾ മഹായാഗക്രമങ്ങൾ കൊണ്ടാണ് ആരാധിക്കേണ്ടത്. അമ്മയുടെ സമീപത്തു വസിക്കുന്ന 64 യോഗിനികളുടെ പൂജ ഉൾപ്പെടുന്ന യാഗമാണ് മഹായാഗം എന്നും അർത്ഥമുണ്ട്. അതുപോലെ
അമ്മയുടെ പാർശ്വവർത്തിനികളായ 64 യോഗിനികളുടെ പൂജ കൂടി ഉൾപ്പെടുന്ന യാഗം കൂടിയാണ് മഹായാഗം എന്നും പറയുന്നു. മഹായാഗം പെട്ടെന്ന് തന്നെ ഫലം നൽകുന്നവയാണ്. എന്നാൽ മറ്റു യാഗങ്ങൾ കാലം കൊണ്ട് ഫലപ്രാപ്തിയിൽ എത്തുന്നവയാണ്. സൗഭാഗ്യ ഭാസ്കരം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഭാസ്കരാചാര്യർ ഭാവനോപനിഷത്തിൽ മഹായാഗക്രമം വിവരിച്ചിട്ടുള്ളതിനെ താൻ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്രകാരം ഭാവനോപനിഷത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ക്രമം അനുസരിച്ച് നടത്തുന്ന യാഗമാണ് മഹായാഗം. ബാഹ്യപൂജാക്രമത്തിലുള്ള മഹായാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആഭ്യന്തര പൂജാക്രമത്തിലും മഹായാഗം ചെയ്യാം. അവിടെ അഗ്നികുണ്ഠം ഭക്തൻ്റെ ഹൃദയമാണ്. എല്ലാ വ്യക്തികളിലും ആത്മാവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ചിച്ഛക്തി തന്നെയാണ് അഗ്നി. ഭക്തി, യമനിയമാദികൾ എന്നിവ കൊണ്ട് ജ്വലിപ്പിച്ച് സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വാസനകളും എല്ലാം അതിൽ ഹോമിക്കുന്നു. ഒടുവിൽ തൻ്റെ അഹംബുദ്ധിയെ കൂടി അഗ്നിയിൽ ഹോമിക്കുന്നതോടുകൂടി ഉപാസകനും, അതായത് ഭക്തനും ചിച്ഛക്തിയും ഒന്നായിത്തീരുന്നു. ശാശ്വതമായ മോക്ഷപ്രാപ്തി അപ്രകാരം കൈവരിക്കുന്നു എന്ന് അർത്ഥം. അങ്ങനെയുള്ള മഹായാഗക്രമം അനുസരിച്ച് ആരാധിക്കപ്പെടേണ്ടവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ഓം മഹായാഗക്രമാരാധ്യായൈ നമഃ. ഓം ഓം ഹ്രേം മഹായാഗക്രമാരാധ്യായൈ നമഃ. ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പുഷ്പമോ അമ്മയ്ക്ക് നിവേദിക്കാനുള്ള സാധനങ്ങളോ ആ സന്നിധിയിൽ സമർപ്പിക്കുക. ആഗ്രഹസാധ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്ന അമ്മയെ അടുത്ത നാമമന്ത്രത്തിലൂടെ നമുക്ക് വാഗ്ദേവതകൾ പരിചയപ്പെടുത്തുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ കർത്താവായ ശ്രീ മഹാദേവനാണ് മഹാഭൈരവൻ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉൾക്കൊള്ളുന്ന വാക്കാണ് ഭൈരവൻ എന്നത്. അപ്രകാരമുള്ള മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ മഹാഭൈരവ പൂജിത എന്നാണ് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി നമുക്ക് നൽകുന്നത്. ഭ എന്നത് സൃഷ്ടിയെയും ര സ്ഥിതിയെയും കുറിക്കുമ്പോൾ വ എന്ന ശബ്ദം സംഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൈരവ എന്ന വാക്കിന് മറ്റൊരു വിധത്തിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. ഭ എന്നാൽ ഭരണം എന്നും, ര എന്നാൽ രമണം എന്നും, വ എന്നാൽ വമനം എന്നും അർത്ഥം നൽകുമ്പോൾ രക്ഷിച്ച് ആഹ്ലാദിച്ച് ത്യജിക്കുന്നവൻ എന്നും ഭൈരവൻ എന്ന ഈ വാക്കിന് അർത്ഥം സിദ്ധിക്കുന്നു. ശംഭും പൂജയതേ ദേവീം മന്ത്രശക്തിമയീം ശുഭാം അക്ഷമാലാം കരേ കൃത്വാ ന്യാസേനൈവ ഭവോദ്ഭവ. മഹാഭൈരവൻ കയ്യിൽ ജപമാല ധരിച്ചുകൊണ്ട് വിധിപ്രകാരമുള്ള ന്യാസങ്ങളൊക്കെ ചെയ്ത് മന്ത്രരൂപിണിയായിട്ടുള്ള അമ്മയെ പൂജിക്കുന്നു എന്ന് പത്മപുരാണത്തിൽ കാണുന്നു. ഓം മഹാഭൈരവ പൂജിതായൈ നമഃ. ഓം ഓം ഹ്രേം മഹാഭൈരവ പൂജിതായൈ നമഃ. ശ്രീ മഹാദേവനാൽ പൂജിക്കപ്പെടുന്ന ലളിതാ പരമേശ്വരീ ദേവിയുടെ മഹാമന്ത്രം അതിവിശിഷ്ടമായ ഒന്നാണ്. ഇതുകൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ശിവന്റെയും ശക്തിയുടെയും ചൈതന്യങ്ങൾ ഒന്നിക്കുന്ന ഈ മന്ത്രം മഹാദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തിയോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകിക്കൊണ്ട് അമ്മ അവരെ കാത്തുരക്ഷിക്കുന്നു. ഈ മന്ത്രം സ്വർണം,
വെള്ളി, ചെമ്പ് എന്നീ തകിടുകളിൽ ഏതെങ്കിലും ഒന്നിൽ എഴുതി ശരീരത്ത് ധരിച്ചാൽ ദേഹരക്ഷായന്ത്രമായി അത് കവചം പോലെ രക്ഷ നൽകുന്നതാണ്. ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ഈ മന്ത്രം ജപിച്ച് ചരട് ജപിച്ച് നൽകുമ്പോൾ അത് ഉത്തമമായ ഫലം നൽകുന്നു. ശ്രീചക്രത്തിൽ 11 പ്രാവശ്യം ചുവന്ന പുഷ്പം കൊണ്ട് ഈ മന്ത്രം ജപിച്ച് അർച്ചന നടത്തി പ്രസാദമായി ആ പുഷ്പമെടുത്ത് യാത്ര പോകുമ്പോൾ കയ്യിൽ കരുതുക. യാത്ര ശുഭമായി ഭവിക്കും. ശത്രുദോഷം, ആഭിചാരദോഷം, ഗ്രഹദോഷങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അവയെല്ലാം മാറുന്നതിന് ഈ മന്ത്രം ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ജപിക്കാവുന്നതാണ്. ഇപ്രകാരം ഏതൊരു കാര്യത്തിനും ഈ മന്ത്രം ഉപയോഗിക്കാം. ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.